ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഭാരത് യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൂറ്റനാട് മീറ്റ് ദ ലെജൻഡ് സംവാദ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് MVR ക്യാൻസർ റിസർച്ച് സെന്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാരായണൻകുട്ടി വാര്യരുമായി വിദ്യാർത്ഥികൾ സംവാദം നടത്തി. മറ്റെല്ലാം മാറ്റിവെച്ച് രോഗിക്ക് പ്രാമുഖ്യം കാണിക്കുന്നതാണ് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്ന് ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ പറഞ്ഞു. പാരമ്പര്യം എന്നതിലുപരി ജീവിതശൈലി രോഗമാണ് കൂടുതലായി കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല പെരുമാറ്റവും സൗഹൃദവും സമൂഹത്തിന്റെ ഹൃദയം കവരാൻ ഉതകുമെന്നും വിദ്യാർത്ഥികൾക്ക് ഏതു മേഖലയിലും അറിവുണ്ടായിരിക്കണമെന്നും അർപ്പണബോധം ഉണ്ടാകണമെന്നും പരിശ്രമിച്ചാൽ എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നും ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ കുട്ടികളുമായി നടത്തിയ സംവാദത്തിൽ കൂട്ടിച്ചേർത്തു. കോളേജിൽ ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി ചെയ്യുന്നു. അപ്പം ആ സമയത്ത് ക്യാൻസർ ചികിത്സിച്ചാൽ മാറുന്ന ഒരു അസുഖമാണ് എന്നുള്ള ഒരു ബോധം ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. അതിന് ഒരു പരിധി വരെ കുറച്ചൊക്കെ അതിൻ്റെ അകത്തെ ക്യാൻസർ ചികിത്സിച്ചാൽ മാറും എന്ന് നമുക്ക് കാണിച്ചു തന്ന് ഞങ്ങളുടെ ഗുരുനാഥനുണ്ടായിരുന്നു, ഡോക്ടർ K. സലീം എന്നാണ്. അദ്ദേഹം ഇന്നും ജീവിച്ചിട്ടുണ്ട്. കോഴിക്കോട് തന്നെ താമസിക്കുന്നുണ്ട്. വളരെ അനുഭവവും വളരെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുന്ന മനുഷ്യൻ. അദ്ദേഹം 92 വയസ്സായപ്പോഴും ഈ 92ാമത്തെ വയസ്സിലും എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും കൂടി അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര വളരെ ജ്ഞാനമുള്ള ഒരു ഗുരുനാഥനാണ്. കൂറ്റനാട് നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു ഭാരത് യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 8ാമത് മീറ്റ് ദ ലെജൻഡ് സംവാദ പരിപാടി സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ, ഡോക്ടർ E. സുഷമ, ഡോക്ടർ മിനി നാരായണൻകുട്ടി, വിനയ ഗോപാൽ, വിഷ്ണു ഹരിദാസ്, അഭിമന്യു, ദേവി കൃഷ്ണ, അനിരുദ്ധ്, നന്ദന ദേവി, ഗായത്രി കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.